ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ മുന്നിൽ ജീവനുള്ള ഒരു സാക്ഷിയായി ഞങ്ങൾക്ക് കുടുംബമായിരിക്കാൻ സ്വർഗത്തിലെ കർത്താവ് അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ പാട്ടിൽ തന്നെ എന്റെ സാക്ഷ്യം മൊത്തമായി അടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളില് കഴിഞ്ഞ ഡിസംബർ മാസം തുടങ്ങിയപ്പോൾ മുതല് ചില ആഴ്ചകൾ ഞാൻ വളരെയധികം ഭാരങ്ങളും പ്രയാസങ്ങൾക്കൊക്കെ എന്റെ ജീവിതം കടന്നു പോകാൻ ഇടയായിത്തീർന്നു. ഒന്നിനു പുറകെ ഒന്നായി പലവിധമായ നിരാശകള്, മാനസികമായ പ്രയാസങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വന്ന സ്ഥാനത്ത് ഞാൻ ഇന്ന് ദൈവത്തോട് ഇപ്രകാരം ചോദിക്കുവാനിടയായിത്തീർന്നു, കർത്താവേ, എന്തിനാണ് ഇങ്ങനെ ഞാൻ കൂടുതൽ നിന്റെ സ്ഥാനത്ത് ഇരിക്കുന്തോറും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരുന്നു, എന്തുകൊണ്ട് ഈ ഒറ്റപ്പെടലുകൾ അനുഭവപ്പെടുന്നു? കർത്താവിനോട് സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു. മകളെ, ഞാൻ നിന്നെ കൂടിറക്കി പറക്കുവാൻ ശീലിപ്പിക്കുന്ന ഒരു ദൈവമാണെന്ന് എന്റെ കർത്താവിനോട് ഇടപെടുവാൻ ഇടയായിത്തീർന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പലപ്പോഴും ഞാൻ എന്റെ സാക്ഷ്യം തന്നെ പറയുകയാണ്. ഞാൻ വിചാരിക്കും പലപ്പോഴും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടെന്ന്. എല്ലാവരും നമുക്ക് അനുകൂലമായി നമ്മൾ ചിന്തിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എങ്കില് കർത്താവിന് നിന്നെപ്പറ്റി എന്നെപ്പറ്റി ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവം ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാ കംഫോർട്ട് സോണുകളെ കർത്താവ് അവിടുന്ന് മാറ്റും. നിങ്ങൾ എത്ര വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം എന്നോട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. ഒരു യോസേഫ്, അവന്റെ ഒരു സ്വപ്നമായിരുന്നു, അവന്റെ ഒരു ദർശനമായിരുന്നു. അവൻ പോകേണ്ട വഴികള് ഒരു പൊട്ടക്കിണറ്റിൽ അവനെ തള്ളിയിട്ടു, ഒരു കാരാഗ്രഹത്തിൽ കൂടെ അവൻ കടന്നുപോയി, കുണ്ടറയിൽ അവൻ കിടക്കേണ്ട വന്നു. എങ്കിൽ ആ ദർശനത്തിന്, ആ സ്വപ്നത്തിന് ഒരിക്കലും അവനെ തകർത്തു കളയുവാൻ കഴിയില്ല. ദൈവം ഉദ്ദേശിച്ച പ്രോസസിംഗ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ എന്റെ കർത്താവ് ഉദ്ദേശിച്ച സമയത്ത് നിന്നെയും പൊന്നാക്കി പുറത്തു കൊണ്ടുവന്ന് ദൈവം ഒരു മാനമാത്രമായി ഉപയോഗിക്കുന്ന ദിവസമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നോട് ശക്തമായി ഇടപെടുവാൻ ഇടയായിത്തീർന്നു. പല ശോധനകൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ എന്റെ കുഞ്ഞിന്റെ വിഷയത്തില് ഞാൻ ഇന്ന് പകൽക്കാലം എന്റെ കൂടെ ഇന്ന് ആരാധിക്കുന്ന എന്റെ ജൂഡിത്തുമോള് ഇന്നൊരു എന്റെ വിലാപത്തെ ഞാൻ ബൈബിളിൽ നിന്നൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 30:11-12. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രക്തം നീ അഴിച്ച് എന്റെ സന്തോഷം ഉദിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു. ഓ ഹല്ലേലൂയ. ഒരു
എന്റെ ദൈവത്തെ ആരാധിക്കുന്ന എന്റെ ജീവിതത്തിന് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കുകയല്ല. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെ എന്റെ ഒരു സാക്ഷ്യമാണ്. കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ പുറത്തു പോയപ്പോൾ എന്റെ ദൈവം ഞങ്ങൾ ഒരുമിച്ച് ഒരു ഭക്ഷണം കഴിക്കുവാനിടയായിത്തീർന്നു. ആ ഭക്ഷണം ഉള്ളിൽ കടന്ന ശേഷം കൊച്ചനോട് പറഞ്ഞു, മമ്മി ഐ എം ഫീലിംഗ് അൺവെൽ, ഐ എം നോസിയേറ്റഡ്. ഞാനത് വലിയൊരു കാര്യമായിട്ട് എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ഒരു അരമണിക്കൂറിന്റെ അകത്ത് നടന്ന പ്രോസസ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഒമിറ്റ് ചെയ്യുവാനിടയായിത്തീർന്നു. അന്നേരം ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. ഞാനത് അത്ര ഒരു നെഗ്ലക്റ്റ് ആയിട്ട് എടുത്തില്ല, ഒരു സീരിയസ് ആയിട്ട് എടുത്തില്ല. എങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവളെ ടച്ച് ചെയ്തപ്പോൾ വളരെയധികം ടെമ്പറേച്ചർ അവൾക്ക് സ്പൈക്ക് ആവുന്നത് കാണുവാനിടയായിത്തീർന്നു. ഇതെല്ലാം നടക്കുമ്പോഴും ഞാനൊരു കംഫർട്ട് സോണിലായിരുന്നു കേട്ടോ. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോണിലായിരുന്നു അവൾക്ക് ഈ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. എങ്കിലും ആ ടെമ്പറേച്ചർ സ്പൈക്ക് ആയപ്പോഴും ഞാൻ പിന്നെയും അതിനൊരു കെയർ ആയിട്ട് എടുത്തില്ല. പിന്നെ ഞങ്ങൾ കടന്നുകൊണ്ടേയിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവളുടെ ശരീരം മൊത്തം തടിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിലൊക്കെ ആയിത്തീരുവാനിടയായിത്തീർന്നു. അന്നേരം എനിക്ക് മനസ്സിലായി ഫുഡിന്റെ റിയാക്ഷൻ ആണെന്ന്. എവിടെയെങ്കിലും ഒരു ഫാർമസിൽ എവിടെയെങ്കിലും കയറി ഒരു ടാബ്ലറ്റ് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഞാൻ ആഗ്രഹിച്ചു. എങ്കിൽ ഇതൊക്കെ നടന്ന സമയത്തു ഞാൻ പിന്നെ ദൈവമക്കളെ നിങ്ങളോട് പറയുകയാണ്, ആ സമയത്തൊക്കെ ഞാൻ ഒരു നല്ല പ്ലേസിലായിരുന്നു സംഭവങ്ങളൊക്കെ നടക്കുന്നു. അവിടെ നിന്ന് ഞാൻ കടന്നുപോയി. അവൾ എന്നോട് പറഞ്ഞാൽ ഓക്കെ. എപ്പോഴും അവളെ സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അവള് ഒരിക്കലും അത് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല. ഐ ഓക്കെ മമ്മ എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ കടന്നുപോയി. എങ്കില് ഒരു ആക്സസ് ഇല്ലാത്ത, ഒരു നെറ്റ്വർക്ക് ഇല്ലാത്ത, ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പിന്ന് പോലും നിലത്ത് വീണാൽ അത് താഴെ വീടാൻ സ്ഥലമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് എന്റെ കുഞ്ഞു കുഴഞ്ഞു വീഴുവാനിടയായിത്തീർന്നു. വലിയൊരു ജനസമൂഹം എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്റെ കുഞ്ഞിനെ പിടിച്ചെടുത്ത് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ നോക്കുമ്പോൾ അവൾക്ക് പഴുത്തില്ല. അവളുടെ ശരീരം മൊത്തം ബ്ലൂയിഷ് ആകുന്നു. ലിപ്സുകളെല്ലാം ഡ്രൈ ആയി തണുത്തു മരച്ചൊരവസ്ഥയിൽ കൂടെ ഒരു നിമിഷം ഒരു മാതാവ് എന്ന നിലയിൽ ഞാൻ പാനിക്കായി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സുമാര് അവർ ടച്ച് ചെയ്ത് നോക്കി. അവർക്ക് പഴുത്ത് ഫീൽ ചെയ്യുന്നില്ല. ഞാന് വളരെയധികം കരഞ്ഞു. കൂടെയുള്ള ജനസമൂഹം പറഞ്ഞു അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കുന്നൊക്കെ എന്നോട് പറഞ്ഞു. എങ്കില് ഒരു നിമിഷം കർത്താവിന്റെ അഭിഷേകം എന്റെ മേൽ വന്ന് ദൈവം എന്നോട് അവിടെ വെച്ച് സംസാരിക്കാനിടയായിത്തീർന്നു. മോളെ, ദാവീദിന്റെ പേഴ്സണാലിറ്റി നോക്കിയല്ല. ഓ ഹല്ലേലൂയ, ഒരു യുദ്ധ പടക്കൂടത്തിന്റെ നടുവില്, ആ പടക്കൂടത്തിന്റെ നടുവിൽ നിന്ന് ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ അവന്റെ പേഴ്സണാലിറ്റി അല്ല ദൈവം അവിടെ നോക്കിയത്. അവന്റെ കയ്യിൽ അവൻ എടുത്ത 5 കല്ലല്ല കർത്താവ് നോക്കിയത്. ഓ ഹല്ലേലൂയ, കാട്ടിൽ അവനെ ഒറ്റപ്പെടുത്തി. ആ ഇശായിന്റെ മക്കള് അവനെ എണ്ണത്തിൽ പോലും പെടുത്തിയില്ല. ദൈവമക്കളെ, പലപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പേഴ്സണാലിറ്റി ഇല്ലായിരിക്കാം, നമുക്കതിനുള്ള യോഗ്യത ഒന്നും ഇല്ലായിരിക്കാം. സ്വന്തക്കാർ നമ്മളെ തള്ളും, വീട്ടുകാർ നമ്മളെ ഉപേക്ഷിക്കും. എങ്കിലെന്നും കുന്നുകൾ മാറിപ്പോ, പർവ്വതങ്ങൾ നീങ്ങിപ്പോ, എന്റെ ദയ നിന്നെ വിട്ട് മാറിയില്ല. കർത്താവിന്റെ ദയ എന്നും നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവിനോട് ശക്തമായിട്ട് ഇടപെട്ടു. ആ സമയത്ത് ഒരു ആക്സസും ഇല്ല. ഞാൻ ഓർക്കുകയാണ്, ആ കുഞ്ഞ് കുഴഞ്ഞു വീണത് മറ്റുള്ള സ്ഥലത്തായിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ചൊരു മാനസിക ബുദ്ധിയില്, മനുഷ്യമായ നിലയില് ആരാണെങ്കിലും ചിന്തിക്കും പെട്ടെന്ന് വിളിക്കുന്നത് 911 ആയിരിക്കും, ഇല്ലെങ്കിൽ 999 ആയിരിക്കും വിളിക്കാൻ നോക്കുന്നത്. എങ്കിൽ കർത്താവിനോട് പറഞ്ഞു, നിനക്കൊരു 911 ഇല്ല, നിനക്കൊരു 99 ഇല്ല. ഓ ഹല്ലേലൂയ, കർത്താവിനോട് ഇടപെട്ടു. ഞാൻ എന്റെ കുഞ്ഞിനെ നോക്കി പ്രവചിച്ചു. ഹല്ലേലൂയ, ഞാൻ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പ്രകാരം സംസാരിക്കാനിടയായിത്തീർന്നു. എന്റെ കുഞ്ഞുണ്ടായപ്പോഴേ അവളെ പറ്റിയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. അനേക സ്റ്റേജുകളിൽ ഈ ദൈവത്തിന്റെ വചനമായിട്ട് അവളെ എഴുന്നേറ്റ് നിന്ന് എന്റെ കർത്താവിനെ ഉയർത്തേണ്ടവളാണെന്ന് ഞാൻ എന്റെ കുഞ്ഞിന്റെ മുഖത്തോട് നോക്കി പറഞ്ഞു. എന്റെ കൂടെയുള്ളവരെല്ലാം നിസ്സഹായരായി വലിയൊരു സമൂഹം എന്നെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ എന്റെ കുഞ്ഞിന്റെ മുഖത്തോട് നോക്കി പറഞ്ഞു, ദുഷ്ട പിശാചേ, നിനക്ക് എന്റെ കുഞ്ഞിന്റെ മേൽ അധികാരമില്ല. സ്വർഗത്തിലും ഭൂമിക്ക് അധികാരമുണ്ട് നാസ്രയനായ യേശുവിന്റെ നാമത്തില്. എന്റെ കുഞ്ഞിനെ നിന്ന് എനിക്ക് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി അവളോട് കൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. ആ നിമിഷം ഞാൻ നോക്കുമ്പോൾ എന്റെ കുഞ്ഞിന്റെ കണ്ണെല്ലാം റോളായി പോയ ഒരു സമയമാണ്. എന്റെ മേൽ ദൈവാഭിഷേകത്തിന്റെ ശക്തി പകർന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവനോട് സംസാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഹല്ലേലൂയ, അന്നാളിൽ കോഴി നിന്ന് മുഖം അഴിഞ്ഞു പോകും, പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ആ അഭിഷേകത്തിന്റെ മേലെ കുഞ്ഞിനെ നോക്കി ഞാൻ പ്രവചിച്ചു. ആ നിമിഷം എന്റെ കുഞ്ഞ് കണ്ണു തുറക്കുവാൻ ഇടയായി തീർന്നു. മോളെ ഞാൻ ചോദിച്ചു, മോനെ നീ അറിവോക്കെ? എല്ലാ സമൂഹം നോക്കി നിന്നപ്പോഴും എനിക്ക് അവിടെ വെച്ച യേശുവിനെ ഉയർത്തുവാൻ അത്രേ ജനസമൂഹത്തിന്റെ മുമ്പില് ലജ്ജകൂടാതെ ദൈവത്തെ സാക്ഷ്യം നിർത്തുവാൻ എന്റെ കർത്താവിനെ ഇടയാക്കിയ കൃപയെ ഓർക്കുമ്പോൾ ഞാൻ
എങ്കില് ദൈവം ഓരോ ദിവസങ്ങളും എന്നോട് പറയും, ഇല്ല മകളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തോട് ചില വിഷയങ്ങള് ഹല്ലേലൂയ എന്നിൽ നിന്നുള്ള പല പല അകലിച്ചുകളൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴൊക്കെ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എന്റെ കർത്താവിനോട് പറഞ്ഞു, അവലാത്ത സ്നേഹിതൻ, ഉത്തമ കൂട്ടാളി, മനുഷ്യമക്കരകളിൽ നോക്കിപ്പോയാൽ എന്റെ സ്നേഹം നിന്റെ ജീവിതത്തിൽ കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ എല്ലാവരും നിന്ന് അകത്തും. ഹല്ലേലൂയ. ആ എല്ലാ കംഫർട്ട് സോണുകള് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോ ചില വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഓമനമാമ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു. പലപ്പോഴും ഈ കംഫർട്ട് സോണുകളിലാണെന്ന് വിചാരിക്കേണ്ട, എല്ലാം ദൈവം മാറ്റും കേട്ടോ. ദൈവത്തിന്റെ പണിയും ദൈവത്തിന്റെ പുറത്തു കൊണ്ടും. അതുപോലെ വിശ്വസിച്ചോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. കംഫർട്ട് സോണുകളൊക്കെ തകരുമ്പോൾ, ഇല്ലാതെയായി തീരുമ്പോൾ വിചാരിക്കുക, ആരുമില്ലാത്തടത്ത് യഹോവയുടെ കരമിറങ്ങി വരുമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ എന്റെ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയായില്ല. കഴിഞ്ഞ നാളുകള് നീണ്ട ദിവസങ്ങൾക്ക് മുന്നേ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ അവധിയെടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് വേർതിരിച്ച് സമയങ്ങളെ വേർതിരിക്കണമെന്ന് ആഗ്രഹിച്ചു. എങ്കിൽ തലേദിവസം ഞാൻ ഭവനത്തിൽ വരുമ്പോഴും എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ എന്റെ കഴുത്ത് എനിക്ക് അനക്കുവാൻ പറ്റുന്നില്ല, എന്റെ കഴുത്ത് തിരിയുന്നില്ല. ഞാൻ എന്റെ മകളോട് പറഞ്ഞു, മോനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കടക്കിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം ശത്രു എന്നെ മോചിപ്പിക്കാതിരിക്കാൻ. ഞാൻ മോചിച്ചാൽ ചില ബ്രേക്ക്ത്രൂകൾ നടക്കുമെന്ന് അവൻ അറിയാം. അതില്ലാതെയാക്കുവാൻ അവന്റെ ശ്രമങ്ങളെ നടത്തി. ഹല്ലേലൂയ. എങ്കിലും ഞാൻ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയില്ലെങ്കിലോ ഞാൻ ഭവനത്തിലിരുന്ന് എന്റെ ഉപവാസം മുടക്കാതെ ഞാൻ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. രാത്രിയുടെ യാമത്തിൽ ഞാൻ ആരാധനയ്ക്ക് കടന്നുപോയി. ദൈവത്തെ ആരാധിച്ച് മടങ്ങി വന്നിട്ട് ഭവനത്തിൽ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ അതിലുപരി ഇരട്ടിയായ ശത്രു തളർത്തുവാൻ നോക്കി. ദേവദാസനെ കൂടെ ദൈവത്തിന്റെ ആലോചന എന്നോട് അറിയിപ്പാനിടയായിരുന്നു. കിടക്കയിൽ തളർത്തി കളയുവാൻ ശത്രു നോക്കിയ സ്ഥാനത്ത് ഹല്ലേലൂയ ഞാൻ എന്റെ ശത്രുവിനോട് ഞാൻ ഇപ്രകാരം പറയുവാനിടയായിരുന്നു. എന്നോടുള്ള വാഗ്ദത്തങ്ങള് ദൈവസന്നിധിയില് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പൂർത്തീകരിക്കുന്നവരെ ഒരിക്കലും നിനക്ക് തൊടുവാൻ കഴിയുകയില്ല. ഞാൻ മരിക്കേണ്ട ജീവനോടിരുന്ന് യഹോവയുടെ നാമത്തെ ഞാൻ വർണ്ണിക്കുമെന്ന് അവനോട് വെല്ലുവിളിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇടയായിത്തീർന്നു. പൂർണ്ണമായ സൗഖ്യം ദൈവം തന്നു. രാത്രിയുടെ യാമത്തിൽ ഭവനത്തിൽ നടന്ന പ്രാർത്ഥനയില് പിന്നെ ശക്തമായി ദൈവാലയത്തിനെ അറിയിക്കുവാൻ ഇടയായിത്തീർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതേ വാക്യങ്ങൾ കൂടെ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുവാൻ ഇടയായിത്തീരുവാൻ ഇടയായിത്തീർന്നു. അന്ന് രാത്രി തന്നെ എന്റെ കഴുത്തിലുണ്ടായിരുന്ന കോളം ഞാൻ എടുത്തു കളഞ്ഞു. എനിക്കില്ല ഞാൻ അതിടുവാൻ ഇടയായിത്തീർന്നില്ല. എന്നെ ശക്തനാകുന്ന ദൈവം മുഖാന്തരം ഓരോ സകലത്തിനും മതിയാകുന്നവരാണെന്നാൽ എന്റെ ദൈവത്തെ ഉയർത്തുവാൻ ഇന്ന് വരെക്കാലം സ്വർഗ്ഗം എന്നെ സഹായിച്ച കൃപകളെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരിക്കലും ഒന്നും അറിയാത്ത ഈ യോർദാനിന്റെ പട്ടണത്തില് എന്റെ ദൈവം എന്റെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്നെങ്കില് എന്റെ ദൈവത്തിന് എന്നെ പറ്റിയുള്ള